ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോയൽ ജോഷോപ്പില്ലേ, കോതമംഗലം CSI ചർച്ചിലെ അംഗമാണ്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നല്ലോ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 47 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സംഭവമാണ് വിവരിക്കുന്നത്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിക്കുന്ന അത്ഭുതമാണത്. യേശുവിൻ്റെ അനേകം അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം 1, 2, 3 സുവിശേഷങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ അത്ഭുതം 4 സുവിശേഷങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണയായി പറയുന്നത് യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നാണ്. എന്നാൽ സത്യത്തിൽ അവിടെ 5000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 5000 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അത്രയോ അതിലേറെയോ സ്ത്രീകൾ കാണും, അത്രയോ അതിലേറെയോ കുട്ടികളും കാണും. അങ്ങനെ നോക്കുമ്പോൾ അന്ന് യേശുവിനോടൊപ്പം 15000 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ യേശു അത്രയും ആൾക്കാരെയാണ് 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചത്. ഈ വേദഭാഗത്ത് നിന്ന് 3 കാര്യങ്ങളാണ് നമ്മൾക്ക് ചിന്തിക്കാനുള്ളത്. ഒന്നാമതായി, ദൈവത്തിന് പക്ഷാഭേദമില്ല, എന്ന് വെച്ചാൽ പാർഷ്യാലിറ്റി ഇല്ല. നാം മുമ്പ് ചിന്തിച്ചതുപോലെ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന 5000 പുരുഷന്മാരുടെ കണക്കുകൾ മാത്രമേ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. പങ്കെടുത്ത സ്ത്രീകളുടെയോ കുട്ടികളുടെയോ കണക്കുകൾ അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു അത്ഭുതം പ്രവർത്തിച്ചത് കണക്കിൽ ഉൾപ്പെടാത്തതും ഒഴിവാക്കപ്പെട്ടതുമായ ഒരു കൊച്ചു ബാലനിൽ നിന്നാണ്. അവൻ്റെ പക്കലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും വാഴ്ത്തിയാണ് യേശു ജനങ്ങൾക്ക് നൽകിയത്. ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. യേശു വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ ഈ ഒഴിവാക്കപ്പെട്ട ബാലനെ പോലെ പലരും നമ്മളെ ഒഴിവാക്കിയെന്ന് വരാം, അവഗണിച്ചെന്ന് വരാം. നമ്മളെ സ്കൂളിലോ കളിസ്ഥലങ്ങളിലോ വീട്ടിലോ ഒക്കെ നമ്മളെ കൂടെ കൂട്ടാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് വരാം. എന്നാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ കഴിവുകളും കൊച്ചു കൊച്ചു താലന്തുകളും ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ അതിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ദൈവത്തിന് സാധിക്കും. രണ്ടാമതായി, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. വേദപുസ്തകത്തിലുടനീളം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. ദൈവത്തിന് എത്ര അത്ഭുതങ്ങൾ നാം കേട്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കണമെങ്കിലും നാം അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കണമെങ്കിലും നാം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. അന്ത്രയോസും മറ്റ് ശിഷ്യന്മാരും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ടാണ് ആ ബാലന്റെ പക്കൽ നിന്ന് 5 അപ്പവും 2 മീനും വാങ്ങി ദൈവത്തിന് കൊടുത്തത്. കൂട്ടുകാരെ, നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരാം. എന്നാൽ വിശ്വാസക്കുറവ് കാരണം അതെല്ലാം സാധിക്കാതെ വന്നേക്കാം. നാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം, എന്നാൽ അവിടെ ഒരു അത്ഭുതം ഉണ്ടാകും. മൂന്നാമതായി, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മളെയും ആവശ്യമുണ്ട്. കൂട്ടുകാരെ, കുട്ടികളായ നമ്മളിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. ഒരു ആവശ്യഘട്ടത്തിൽ തൻ്റെ പക്കലുണ്ടായിരുന്ന ആഹാരം ആ ബാലൻ യേശുവിന് നൽകുകയായിരുന്നു. അതിലൂടെ യേശു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അനേകർക്ക് അതൊരു ആശ്വാസവും പ്രയോജനവുമായി തീർന്നു. കുട്ടികളായ നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കും. കൂട്ടുകാരെ, ഈ പുതിയ വർഷത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, മുഖപക്ഷമില്ലാത്ത, എല്ലാവരോടും കരുണ കാണിക്കുന്ന ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനുകാരനായ ദൈവമേ, ഇനി ഞങ്ങൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളിലൂടെയും പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമേ. CSM എല്ലാ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. ആമേൻ.